നമസ്കാരം. ദേവ് ഫാമിലി ബ്ലോഗ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങളുടെ കൊടൈക്കനാൽ യാത്രയുടെ ട്രാവൽ വ്ളോഗിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാം ഭാഗം നമ്മൾ എത്തി നിന്നത് തേനിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ്. അപ്പം തേനിയിൽ കൂടി കടന്നുപോയി കൊടൈക്കനാലിലേക്കുള്ള യാത്രയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്കായി ഇവിടെ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. എല്ലാവരെയും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി ദി ഫാമിലി വ്ളോഗ്സിൻ്റെ ഈ ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തേനിയിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ റോഡിൻ്റെ ഇരുഭാഗത്തുമായി വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കുന്നത്. വിദൂരങ്ങളിൽ ആയി തലയുയർത്തി നിൽക്കുന്ന കുന്നിൻ ചെരുവുകളും മലമുകളുകളും അതുപോലെ തന്നെ അതിൻ്റെ താഴ്വാരങ്ങളിലായിട്ടുള്ള കൃഷിയിടങ്ങളിലും ഒക്കെ നമ്മളുടെ ദൃശ്യഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രകൃതിയുടെ ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രകൃതിയാൽ അലങ്കരിതമായിട്ടുള്ള നല്ല പച്ചപ്പുകൾ നിറഞ്ഞ പ്രദേശമാണ് തേനി എന്ന് നേരത്തെ നമ്മൾ കണ്ടല്ലോ. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് നമുക്ക് റോഡിൻ്റെ ഇരു സൈഡിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൂറ്റൻ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങായിട്ട് ചെറിയ ചെറിയ വീടുകളും കുടിലുകളൊക്കെ കാണുന്ന കാഴ്ചകളും നമുക്ക് ഇരു സൈഡിലായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത് ഈ പ്രകൃതിയുടെ ഭംഗി തന്നെയാണ്. ഇപ്പോൾ ചെറിയ ഒരു മൂടൽ പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മഴമേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം എന്ന പോലെ നമുക്ക് തോന്നുന്നു. സന്ധ്യയിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ഇതിൽ കൂടി കടന്നു പോകുന്നത്. അപ്പോൾ നമുക്കൊരു കേരളത്തിൻ്റെ ആ ഒരു ദൃശ്യഭംഗി ഇവിടെയും ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. കേരളം കേരവൃക്ഷങ്ങളുടെ നാട് എന്ന് നമ്മൾ പറയുമ്പോഴും അതേപോലെ തന്നെയാണ് ഈ തേനി ഭാഗത്തൊക്കെ കേരവൃക്ഷങ്ങൾ ഒരുപാട് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. കൃഷിയിടങ്ങളാണ് കൂടുതലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നെങ്കിലും കൊച്ചു കൊച്ചു പട്ടണങ്ങൾ എന്ന രീതിയിൽ തല ഉയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങൾ നമുക്ക് ഈ മലഞ്ചെരുവിൽ എന്ന പോലെ കാണാൻ സാധിക്കുന്ന കാഴ്ച വളരെ ഭംഗിയുള്ളതാണ്. ഞങ്ങൾ വൈകുന്നേരത്തോടടുത്ത് കേട്ടോ, ഞങ്ങൾ ഈ തേനിയിൽ കൂടി കടന്നു പോകുമ്പോൾ ഇനി അടുത്തായിട്ട് വരുന്ന ഒരു സ്റ്റോപ്പ് എന്ന് പറയുന്നത് പെരിയകുളം എന്ന് പറയുന്ന ഒരു ചെറിയ ജംഗ്ഷനാണ്. അപ്പോൾ അവിടെ ചെറിയ കടയും മറ്റുമൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ചായയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പെരിയകുളം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊക്കെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സ്ഥലങ്ങളുടെയൊക്കെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല മരങ്ങളും, ഈവൻ പുളിമരം പോലും വളരെ വരിവരിയായിട്ട് നട്ട് വളർത്തിയിരിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ തേനി എന്ന് പറയുന്ന ഈ സ്ഥലത്തുകൂടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. അപ്പം പോകാത്തവർ കൊടൈക്കനാൽ കൂടി യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ, കൊടൈക്കനാലിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ തേനിയിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. അപ്പം ഞങ്ങൾ പെരിയകുളത്തിലെ ചെറിയ ഒരു ഇടവേളയ്ക്കായിട്ട് ഞങ്ങൾ തൽക്കാലം അങ്ങോട്ടേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് പാർക്ക് ചെയ്ത് ചായ കഴിക്കാൻ വേണ്ടി വണ്ടിയിൽ തന്നെ ഇരുന്ന് ചായ കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളവിടെ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം അങ്ങനെ പെരിയകുളത്ത് വണ്ടി നിർത്തി നമ്മുടെ ശ്രീകളിയം പോയിട്ട് ചായ മേടിച്ചുകൊണ്ട് വരുന്ന കാഴ്ചയാണ്. പെരിയകുളത്ത് നിന്ന് അങ്ങനെ ചായയൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ യാത്ര തുടർന്നു. കൊടൈക്കനാലിലേക്കുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങൾ സാവധാനം മുമ്പോട്ട് നീങ്ങി.
ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം, ട്രാഫിക് നിയമങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പാലിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് തമിഴ്നാട്ടിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ആരും തന്നെ ട്രാഫിക് പോലീസോ മറ്റും റോഡ് സൈഡിലില്ല. പക്ഷേ ഡിവൈഡറുകളും മറ്റും വെച്ചിട്ട് വേർതിരിച്ചിരിക്കുന്ന വഴികളിൽ കൂടി വളരെ അനുസരണയുള്ള അല്ലെങ്കിൽ നിയമം പാലിക്കുന്ന യാത്രക്കാരായിട്ടാണ് മുമ്പോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു അച്ചടക്കമുള്ള ഒരു യാത്രക്കാരെ നമുക്ക് ഈ റോഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. നല്ല അച്ചടക്കബോധത്തോടു കൂടി നിയമങ്ങൾ പാലിച്ച് റോഡിൽ കൂടി യാത്ര ചെയ്യുക എന്നുള്ളതൊരു നല്ല കാര്യം തന്നെയല്ലേ. അപ്പം അത് ശരിക്കും എല്ലാ ട്രാവലേഴ്സിനും ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ തമിഴ്നാട്ടിലെ ജനങ്ങളെയും ഗവൺമെൻറ്റിനെയും ഒക്കെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഇരുചക്ര വാഹനക്കാർ എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു അവരുടെ യാത്രയുടെ പാത എന്ന് പറയുന്ന റോഡിൻ്റെ ഏറ്റവും ഓരം ചേർന്നുള്ള ആ ഒരു ലൈനിൽ കൂടി യാത്ര ചെയ്യുന്ന, ഒരു സുരക്ഷിതമായി യാത്ര ചെയ്യുന്ന രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. അതൊരു വല്ലാത്തൊരു എന്താ പറയുക, നിയമങ്ങൾ വളരെ കർക്കശമായി പാലിക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ റോഡിൽ കൂടി യാത്ര ചെയ്യുന്ന സഹയാത്രികരെ കൂടി കെയർ ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എത്ര അഭിനന്ദിച്ചാലും ഈ ഇരുചക്ര വാഹനക്കാരെയും അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഈ യാത്രക്കാരെയൊക്കെ നമുക്ക് മതി വരില്ല എന്ന് തോന്നിപ്പോവും. നമ്മൾ ഈ കാഴ്ചകളിൽ കാണുന്ന ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു അത്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വാഹന യാത്രക്കാരെ മാത്രമല്ല, അല്ലെങ്കിൽ ഇരുചക്ര വാഹന യാത്രക്കാരെ മാത്രമല്ല, റോഡിൽ കൂടി നടന്നു പോകുന്ന ഈ നാൽക്കാലികളെ പോലും നമ്മൾ കാണുമ്പോൾ വളരെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട്, അനുസരണയോട് കൂടിയിട്ട് മുമ്പോട്ട് ചലിക്കുന്ന നാൽക്കാലികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നാൽക്കാലികളെയാണ് പലപ്പോഴും നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു കൂട്ടത്തോടു കൂടി, അനുസരണയോടു കൂടി, അച്ചടക്കത്തോടു കൂടി തൻ്റെ യജമാനൻ്റെ അല്ലെങ്കിൽ പാലകരുടെ കൂടെ മുമ്പോട്ട് നീങ്ങുന്ന നാൽക്കാലികളെ കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഹൃദ്യമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. ആ ഒരു സായം സന്ധ്യയിൽ റോഡിൻ്റെ സൈഡിൽ കൂടി നടന്നു പോകുന്ന നാൽക്കാലികളും അവരുടെ പരിചാരകരെയൊക്കെ കണ്ടപ്പോൾ ആ ഒരു ഏരിയയുടെ സംസ്കാരവും അല്ലെങ്കിൽ ആ ഭാഗത്തെ അച്ചടക്കബോധവും ഒക്കെ നമുക്ക് ദർശിക്കാൻ സാധിക്കുമെന്ന് തോന്നിപ്പോയി എനിക്ക്.
പിന്നെ തേനിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 60 കിലോമീറ്ററോളം വീണ്ടും നമ്മൾ കൊടൈക്കനാലിലേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊരു കുന്നിൻ ചെരുവിൽ കൂടിയുള്ള ചുരത്തിൽ കൂടിയുള്ള ഒരു യാത്രയാണ്. അപ്പം നമ്മൾ ആ ചുരത്തിൻ്റെ തുടക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ കുന്നിൻ ചെരുവ് അല്ലെങ്കിൽ മലമുകളിൽ നിന്ന് കാണുമ്പോൾ താഴേക്കുള്ള കാഴ്ചകൾ ചിലപ്പോൾ നമുക്ക് പേടി തോന്നും. അത്രയ്ക്കും വിശാലമായിട്ടുള്ള ഒരു വിദൂരതയിൽ നിന്നുള്ള ഒരു ദൃശ്യം എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഭയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാഴ്ചയാണ്. അത്രയ്ക്കും താഴ്വാരങ്ങളിലാണ്, അല്ലെങ്കിൽ ചെങ്കുത്തായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് നമുക്ക് മല മുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ താഴെ കൃഷിയിടങ്ങളും അതുപോലെ തന്നെ ചില സ്ഥലം എത്തിയപ്പോൾ ജലസേചന പദ്ധതികൾ അല്ലെങ്കിൽ അണക്കെട്ടൊക്കെ കാണാൻ സാധിച്ചു ഈ യാത്രയിൽ. അത് തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു സന്ധ്യയോടുകൂടി ആണ് ഞങ്ങൾ മുമ്പോട്ടുള്ള കൊടൈക്കനാലിലേക്കുള്ള മുമ്പോട്ടുള്ള യാത്രയിലുണ്ടായിരുന്നത്. അപ്പം പകൽ വെളിച്ചത്തിൽ ഈ മലമുകളും അല്ലെങ്കിൽ കുന്നിൻ ചെരുവും ഈ യാത്ര ആരംഭിക്കുന്ന അല്ലെങ്കിൽ ചുരത്തിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുന്ന ആ ഭാഗത്തൊക്കെ ഉള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പം രാത്രി ആയില്ല എന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിച്ചു എന്ന് പറയാൻ സാധിക്കും. പിന്നെ കുറേ മുമ്പോട്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ ചുരത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ദർശിച്ചത്. ആരും തന്നെ അധികം യാത്ര ചെയ്യാതെ പോകുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒക്കെ ആയിട്ടുള്ള യാത്രികരെ മാത്രമാണ്, വാഹനങ്ങൾ മാത്രമാണ് നമുക്ക് അപ്പോൾ കാണാൻ സാധിച്ചത്. ചെങ്കുത്തായ പാറക്കെട്ടുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിച്ചു കേട്ടോ. വലിയ ജലധാരയൊക്കെ വറ്റിയിട്ടുള്ള പാറക്കെട്ടുകളൊക്കെ അവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിലായതുകൊണ്ടായിരിക്കണം നമുക്ക് അവിടെ ജലത്തിൻ്റെ സാന്നിധ്യം ഒട്ടും തന്നെ കാണാൻ സാധിച്ചില്ല. ജലം കടന്നു പോയിട്ടില്ല. അല്ലെങ്കിൽ വെള്ളച്ചാട്ടം ഉണ്ടായിട്ടുള്ള ഭാഗത്തിലെ വെള്ളത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് ആ ഭാഗത്തെ പാറക്കെട്ടിലൊക്കെ കാണാൻ സാധിച്ചത്. തേനി ജില്ലയിൽപ്പെട്ട വൈഗ ഡാമിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഈ യാത്രയിൽ ഈ കുന്നിൻ ചെരുവിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ വിദൂരത്തിലായിട്ട് കാണുന്ന ആ ഡാമിൻ്റെ ഭാഗങ്ങളും അല്ലെങ്കിൽ ആ ജലസംഭരണിയൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ടുണ്ട്. എന്താ പറയുക, അണക്കെട്ടിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അതും ആ പകൽ വെളിച്ചത്തിൽ കാണാൻ സാധിച്ചത് നല്ലൊരു അനുഭവമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു.
അങ്ങനെ സന്ധ്യ മയങ്ങിക്കഴിഞ്ഞ് രാത്രിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ കൊടൈക്കനാലിലേക്കുള്ള ചുരം അവസാനിക്കുന്നു, അല്ലെങ്കിൽ കുന്ന് അവസാനിക്കുന്ന കൊടൈക്കനാലിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മുമ്പ് ഞങ്ങൾ ഇരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ വാഹനത്തിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. യാത്രയിൽ ഈ ചുരത്തിൻ്റെ സൈഡിലായിട്ടുള്ള ഭിത്തികൾ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഭിത്തികളൊക്കെ വളരെ ദുർബലമായിട്ട് പല ഭാഗത്തും കാണാൻ സാധിക്കുന്നു. അപ്പോൾ റോഡുകളാണെങ്കിൽ തന്നെ വളരെ നാരോവാണ്. റോഡ് സൈഡ് കൊടുക്കുന്ന സമയത്ത് വാഹനം വളരെ ശ്രദ്ധിച്ച് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. നമ്മൾ ആദ്യമായിട്ടൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒട്ടും തന്നെ അറിയാത്ത റോഡുകളും അതുപോലെ തന്നെ ഹെയർപിൻ വളവുകളും ഒക്കെ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കും. നമ്മൾ കടന്നു പോകുമ്പോൾ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അവർ വളരെ പരിചയസമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ നിത്യേന ആ റൂട്ടിൽ കൂടെയൊക്കെ പോകുന്ന ടൂറിസ്റ്റ് വാഹനങ്ങളും മറ്റുമൊക്കെയാണ്. അപ്പം അവർ വളരെ നല്ല സ്പീഡിലൊക്കെയാണ് വരിക. അപ്പം വളവുകളാണെങ്കിൽ തന്നെ ഹെയർപിൻ വളവുകളാണെങ്കിൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നീങ്ങുമ്പോൾ വളരെ വേഗതയിൽ വണ്ടി എടുത്ത് വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ സൈഡ് ഭിത്തികൾ ചില ഭാഗങ്ങളില്ല എന്നുള്ളത് നമ്മൾ വളരെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള യാത്രകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പകൽ സാധിക്കുമെങ്കിൽ ഈ കൊടൈക്കനാലിലേക്കുള്ള കുന്ന് കയറുമ്പോൾ പകൽ വെളിച്ചത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ള ഒരു സജഷനാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 8:30 കൂടിയിട്ട് കൊടൈക്കനാൽ പട്ടണത്തിലെത്തി കഴിഞ്ഞ കാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ വ്യക്തമായിട്ട് സ്ഥലങ്ങളെപ്പറ്റി ഒരു ധാരണയൊന്നുമില്ല. ഞങ്ങൾ താമസിക്കാൻ വേണ്ടിയിട്ട് മുൻകൂർ ബുക്ക് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ചെന്നതിന് ശേഷം നോക്കി എടുക്കാമെന്നുള്ള ഒരു പ്ലാനിലായിരുന്നു ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവിടെ ഞങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു ഹോട്ടലുകളും മറ്റും. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് സെർച്ച് ചെയ്യുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ വാഹനത്തിൻ്റെ ഇന്ധനം വളരെ കുറഞ്ഞ ലെവലിലാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ധനം അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്രോൾ സ്റ്റേഷനിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ പെട്രോൾ സ്റ്റേഷനിൽ വെച്ച് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അറിയുകയും കേൾക്കുകയും ചെയ്യാത്ത ഒരു സ്ഥലത്ത്, ഒരു പട്ടണത്തിൽ ഞങ്ങൾ 2 കുടുംബങ്ങൾ അകപ്പെടുകയും അപ്പോൾ ഉണ്ടാകാവുന്ന ഒരു അങ്കലപ്പും ആശങ്കയൊക്കെ ഞങ്ങളെ വളരെയധികം വേദനിപ്പിച്ചു. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യം പോലും പട്ടണത്തിൽ ഞങ്ങൾക്കുണ്ടായി. അതെന്താണെന്നും അതിൻ്റെ വിശദമായ വിവരങ്ങളെ പറ്റി നിങ്ങൾക്ക് വിശദമായ ഒരു വിവരണം നൽകുന്നതാണ് ദൃശ്യങ്ങളോടുകൂടി തന്നെ. അപ്പോൾ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും നിസ്സീമമായിട്ടുള്ള സഹകരണവും പ്രോത്സാഹനവുമാണ് ഞങ്ങളുടെ ചാനലിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് ഞങ്ങൾക്ക് നൽകുന്ന ശക്തി. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം അറിയിക്കുന്നതോടൊപ്പം അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുവാൻ വേണ്ടി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.